അപ്പോൾ നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ ആണത്. 1/2 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര, പിന്നെ 2 കപ്പ് നിറച്ച് വെള്ളം. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് കോൺഫ്ലവറിന് ഈ ഒരു പാത്രത്തിലാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗം അളവായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് കപ്പിലാണ് നിങ്ങൾ 1/2 കപ്പായിട്ട് മെഷർ ചെയ്യുന്നത് ആ കപ്പിൻ്റെ 4 പ്രാവശ്യം അളന്നിട്ട് വെള്ളം എടുക്കണം. അപ്പോൾ 1/2 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നുമില്ലാതെ കട്ട കൂടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു 2 മിനിറ്റിന് മാറ്റി വെക്കാം. വേറെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫലൂദ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു കവർ ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കവറാണ് യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇതില്ലെങ്കിൽ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കവർ, കോർണറുള്ള കവർ എടുത്തിട്ട് അതിൻ്റെ അവിടെ ഒരു ചെറിയ ഹോളാക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഫലൂദ ഉണ്ടാക്കണ മുമ്പ് ഇതൊക്കെ റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം. ഇതുപോലെ തന്നെ വേറെ നമുക്ക് ചെയ്യേണ്ടത് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഈ 2 സാധനം ആദ്യം ശരിയാക്കി വെക്കണം. അപ്പോൾ തണുത്ത വെള്ളത്തിന് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നല്ല കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടിത് വെള്ളം തണുപ്പ് വേണം, നല്ല തണുപ്പ് വേണം. ഐസ് ക്യൂബ്സ് ഇട്ടാലും മതി. വെള്ളം നല്ല തണുപ്പാവണം, അല്ലെങ്കിൽ ഫലൂദ കട്ട കൂടി പോവും. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതും ശരിയാക്കി വെക്കാം, ഇതും റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ട് നമുക്കിത് കട്ടിയാക്കി എടുക്കണം. കൈ മാറ്റാതെ തന്നെ ഇത് ഇളക്കിക്കൊണ്ട് നമുക്ക് കട്ടിയാവണ വരെ, ട്രാൻസ്പെറൻറ്റ് ആവണ വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ ചെറുതായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൈ മാറ്റാതെ തന്നെ നമുക്കിത് ഇളക്കി വെച്ചിട്ട് കട്ടിയാക്കി എടുപ്പിക്കണം. കണ്ടോ, ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കൈ മാറ്റാതെ ഇത് ഇങ്ങനെ കട്ടിയാവണ വരെ, ട്രാൻസ്പെറൻറ്റ് ആവണ വരെ നമുക്കിങ്ങനെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഈ മിക്സ്ചർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. ഇത്രയും മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ശേഷം നമുക്കിത് ചൂടോർക്കനെ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച ഗ്ലാസ്സിലേക്ക് എല്ലാം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് പീച്ചി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കവർ നല്ല ചൂടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ പിടിക്കാം കയ്യിൽ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുക്കാം. ഇത്ര കട്ടി പാടുള്ളൂ, അധികം കട്ടി വേണ്ട. അപ്പോൾ ചെറിയൊരു ഹോളാക്കിയാൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇതാ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞു. ഫലൂദ നമുക്ക് എല്ലാം സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 1 മണിക്കൂറോളം ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം. 1 മണിക്കൂറോളം നല്ല തണുത്ത വെള്ളത്തിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫലൂദ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഫലൂദ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു ഗ്ലാസ് എടുക്കാം. എന്നിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം, സെർവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഫലൂദയാണ് ഇടുന്നത്. ഇതിന് ശേഷം പിസ്ത സിറപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് സിറപ്പാണ് ഉള്ളത് ആ സിറപ്പ് ഇട്ട് കൊടുക്കാം. മധുരമുള്ളത് സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കഷ്കഷാണ്, കറുത്ത കഷ്കഷ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സബ്ജ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് റബ്ഡിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റബ്ഡി ഉണ്ടാക്കി കൊടുക്കാം, റബ്ഡി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ജെലി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ജെലി, ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഐസ്ക്രീം, അയ്യവാ എന്താ ടേസ്റ്റ്, എന്താ ലുക്ക്. പിന്നെ സ്ട്രോബെറി ഐസ്ക്രീമും പിസ്ത ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ അടിപൊളി ഫലൂദ ഐസ്ക്രീം റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ലുക്കാണ്. അപ്പോൾ ഈസി അല്ലേ, സിമ്പിളല്ലേ.
അതുപോലെ തന്നെ നമുക്ക് ഫലൂദ ജ്യൂസ് ഉണ്ടാക്കാം. ഫലൂദ ജ്യൂസിന് ഉണ്ടാക്കാനായിട്ട് നല്ല തണുത്ത പാലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കലക്കി വെച്ചിട്ട് അതിലേക്ക് റോസ് സിറപ്പോ അല്ലെങ്കിൽ ഏത് സിറപ്പ് വേണമെങ്കിലും അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ഗ്ലാസ് റെഡിയാക്കാം. ഗ്ലാസ്സിലേക്ക് ആദ്യം ഫലൂദ ഇട്ട് കൊടുക്കാം. പിന്നെ ശേഷം ഇതിലേക്ക് സബ്ജ ഇട്ട് കൊടുക്കാം, കഷ്കഷ്, പിന്നെ ജെല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം അവസാനമായിട്ട് ഐസ്ക്രീം ടോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫലൂദ ജ്യൂസും റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഈ നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പിനൊക്കെ തണുപ്പ് വേണ്ടേ. അപ്പോൾ ജ്യൂസ് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.